ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. കൊളോസ്സസ് 3:11. കൊളോസ്സസ് 3:11. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാമാണ്, എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കണം ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റിഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 യേശുവേ. ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. എന്നല്ലെങ്കിൽ നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണെന്ന് ഉറപ്പാണല്ല. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്. കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണ്? ഞാനിരിക്കുന്നിടത്ത്, ഏറ്റു പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ആബാ പിതാവേ, ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ? അതുപോലെ ഒരു ദൈവക്കണം, ഒരു ഡിവൈൻ മോളിക്യൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവക്കണമുണ്ടാകും. ദൈവക്കണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവിനോട് ഞങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ
അനുഭവങ്ങൾക്കും ഒരുമിച്ച് പാടുക സ്വരത്തില്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ, ചെയ്തികളിലെ, തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെ എല്ലാം സ്വർഗത്തിന്റെ ഒരു കണമുണ്ടാകാം, ദൈവക്കണമുണ്ടാകുക. എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ എന്നെ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാ പ്രവർത്തികളും ദൈവ മഹത്വത്തിനായി ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന ശീലമുള്ള ആളാകാം. ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിൽ തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സുഖേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ ഒരു സുഖേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പം ഇപ്പോൾ ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടിയേ, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പോൾ നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പോൾ നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ പൊട്ട മൊണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തെ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും. സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റ് എന്ന് പറയും, ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും
വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിൻ അലരിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. ദാറ്റ് ഈസ് യുവർ ടോക്കൺ. അതാണ് നിൻ്റെ ടോക്കൺ. നിത്യത്തിൽ ഇതെല്ലാം എണ്ണിയെടുക്കും. എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും പോകുമ്പോൾ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. വിട്ടും പോകുന്ന അവസരം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ്? 6:67. യോഹന്നാൻ 6:67. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത്? യോഹന്നാൻ 6:66. അതെ. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോൾ സമയത്ത് മുഴുവനും ഓരോരുത്തർ വിട്ടുപോകുന്ന അതായത് വിട്ടുപോകും. നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ടിരുന്നുണ്ട്, നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത്. അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും. ഒരു ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ സ്വീകൃത, അവരെ തിരസ്കൃത. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലരിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഔട്ടിങ് ഉണ്ടാകുന്നത്? ഷട്ട് ഔട്ടിങ് ഉണ്ടാകണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം. എന്താ കാര്യം? ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ. കാര്യം കർത്താവിൻ്റെ വചനം, കർത്താവ് ഷെഡ് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്കറിയാമല്ലോ, കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും. അതാണ് ഷെഡ് ഔട്ടിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യത ഒരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ്. അതാണ് പ്രശ്നം. അവസരമല്ല, സൗജന്യമല്ല. ഇത് സൗജന്യമല്ലല്ലോ. വചനം എന്താണ്? ഇത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. Take the word of God. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6:20. 1 Corinthians 6:20. Take the word of God. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 6:20. 1 Corinthians 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്.
ആകയാൽ ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പൊ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായി? ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സഭ IVF എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ്? അതാണ് IVF എന്നൊക്കെ പറയത്തില്ലേ, IUA എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം? സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല, അവർക്ക് എങ്ങനെയും ജീവിക്കാം. 5 ഭാര്യയോ 4 ഭാര്യയോ 3 ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാളെ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ഇത് ശരിയാണ്, ശരിയാകുമോ, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും, കഠിനമല്ലേ? തീർച്ചയായിട്ടും കഠിനമാക്കിയിരിക്കണമാണ്. 6:60 എടുത്ത യോഹന്നാൻ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ, ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ കാലെ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പോകണമെങ്കിൽ പോയിക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞ വചനത്തിൽ മാറ്റമില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ്, അത് മാറ്റം ഉണ്ടാകത്തുമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും. 21:34 എടുത്ത് Take the word of God. ശ്രുതികട ഹല്ലേലൂയ 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 ശ്രുതികട ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്കാസ് വിശേഷം ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്കാ 21:33. ആകാശവും ഭൂമിയും കടന്നുപോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങളല്ല, ആകാശം തന്നെ പോകും. നിങ്ങളല്ല, ഭൂമി തന്നെ പോകാനും. പക്ഷേ എന്ത് പോകത്തില്ല? ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല. അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമുക്ക് സംരംഭമാകാൻ കാരണം എന്താണ്? നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള ആഴ്ചയിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നിത്യതയിൽ ഇപ്പം മഹത്വത്വം, നമ്മുടെ വിഷയം എന്താണ്? മഹത്വമല്ലേ വിഷയം. ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത്. ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്. 1 Corinthians 15:41 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. 1 Corinthians 15:41. സൂര്യന്റെ തേജസ് ഒന്ന് എന്ന് പറഞ്ഞേ. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് പൊക്കൃത്തര ഇവിടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ?
അതാണ് ആ വിഷയം. നമുക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പോക്കൃത്തരവ് കാണിക്കാം, ആരെയും പറ്റിക്കാം, ആരെയും കിഡ്നി അടിച്ചു മാറ്റാം, ആരെയും വസ്തു പങ്കിടാം, വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം, ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം, എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം, ഗുണ്ടായസം കാണിക്കാം, എന്ത് കാണിക്കാം, അവസാനം ഒന്ന് മോങ്ങിയാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ. ഒന്ന് ഇത് തീക്കൊണ്ട് ഈ നേരം എടുക്കരുത്. എന്താ പ്രശ്നം? അതായത് ഈശോയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനുള്ളത്, ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത്. പിന്നെ എന്താ പറയണത്? 1 Corinthians 15:41 എന്താ പറയണത്? നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. കരിക്കട്ട ഉണ്ടെന്നതിൻ്റെ അടുത്ത് കാണാത്ത സാധനമുണ്ട് അല്ലേ? അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ്? സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നു അത്രയും സ്ഥലം ജ്വലിച്ചിരിക്കും. ഭൂമിയുടെ നിഴലിൽ മറഞ്ഞല്ലേ, ഭൂമിയുടെ നിഴൽ മറച്ചല്ലേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നിഴൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടി പോലെയും ഇങ്ങനെ പകുതി തുളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് പുണയന്ത്രം കിട്ടുന്നത്. ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറയണം. ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ. അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് IELTS പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 9ാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിലേ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു, ഇത് ഈ ഉടമ്പടിയും കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്ന് ദാഹിക്കണം. കർത്താവേ, ഒത്തിരി അബദ്ധങ്ങൾ അപരാധങ്ങളൊക്കെ സംഭവിച്ചു, എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് 1 മാസം, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, 1 മാസം ഒരു ടോക്കൺ മേടിക്കണം. സ്വർഗത്തിൻ്റെ കണ്ടൻ്റുള്ള, സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ. നമ്മൾ തോറ്റുകൊടുത്ത, നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധൂസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പ കുത്തുകയും ചെയ്ത ഒരു ടോക്കൺ 1 മാസം നിങ്ങൾ നേടിയെടുക്കണം. ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ 1 മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണേ. പാടി വാഴ്ത്ത പാവന സ്നേഹമേ, പാടി വാഴ്ത്ത പാവന സ്നേഹമേ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ മഹത്വത്തെ മുൻനിർത്തി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവനും ഭാരങ്ങൾ വഹിക്കുന്നവനും, എനിക്കായി കരുതുന്നവനും ഭാരങ്ങൾ വഹിക്കുന്നവനും
യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ശ്രമിച്ച് പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. കൈകൾ ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്കെഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, അല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷേ അത് 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും. 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴും കർത്താവ് തന്നതാണ്. ഇതുകൂടി പറയാൻ പറഞ്ഞു. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണം നിസ്സാരമാണ്. ഇപ്പം ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കണ്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കാനെങ്കിലും ചില ആൾക്കാർ വിളിച്ചു പോകില്ല. എൻ്റെ മക്കൾക്ക് വിളിക്കാൻ അത് വിളിച്ച് പോകണം വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്, സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ ആൾത്തറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ലാതെ ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ചെല്ലാം ആണ്. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ തൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴെന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി.
രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി, ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും. സ്വർഗത്തിൻ്റെ കണ്ടവന് എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. ആരാധന ആരാധന ആത്മനാഥൻ യേശുവേ. മത്തായി 10:42. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ ഈ ചെറിയൊരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ട് ആവുന്നതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, തിന്മയെ പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്. അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത, നീ സമീപനം പാലിച്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്നത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു സമയമില്ലേ? നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത് നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ. അപ്പോൾ നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ടു പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡായി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ? ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ തള്ളി കൊണ്ടുപോവുകയും തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സത്താനെയാണ് പുറന്തള്ളുന്നത്. സത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18. ശ്രുതികട ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം. ലൂക്കാ 10:17-18 തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകൾ നമുക്ക് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകൾ, തിന്മയുടെ ചെയ്തികൾ ചെയ്യാതെ പറയാതെ തള്ളി കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിപതിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ആരാധന. സാത്താനേ നീ നിത്യ നരകത്തിൽ പോകൂ സാത്താനേ നീ നിത്യ നരകത്തിൽ പോകൂ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ പണ്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈശോയോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ലൂക്ക 4:6. ലുക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, പിശാച് അവനോട് പറഞ്ഞ ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോസ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്ക 4:6. എന്താണ് സാത്താൻ ഈശോയോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പോൾ അതിന് ഈശോ എന്താ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. പീഡിയ സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താണ്? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ നമ്മൾ തള്ളി കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31. സാത്താൻ പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ സാത്താനേ നീ നിത്യ നരകത്തിൽ പോകൂ സാത്താനേ നീ നിത്യ നരകത്തിൽ പോ